പേപ്പർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നൊരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിൻ്റെ പണി ആ വഴിക്കങ്ങ് നടക്കട്ടെ. കാരണം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഒറിഗാമി പോലത്തെ ഒരു സംഭവമാണ്. ഒറിഗാമി പോലത്തെ എന്നല്ല, ഒറിഗാമി തന്നെ. അപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പറയുന്ന എനിക്കും മനസ്സിലാവില്ല, കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലാവില്ല, ചുരുക്കി പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പം ഞാൻ പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. അപ്പം എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ പേര് ചേച്ചി ജേർണലിൽ ചെയ്യോ, ചേച്ചി സോയിൽ ക്ലേ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കൂ, ഇങ്ങനെ പല പല റിക്വസ്റ്റുകൾ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്യാണ്ടിരിക്കുന്നതല്ല കേട്ടോ മക്കളെ. ശരിക്കും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാഞ്ഞിട്ടാടാ. അത് മാത്രമല്ല, എൻ്റെ ഈ യൂട്യൂബ് ചാനലുള്ള കാര്യം വീട്ടിലാർക്കും അറിയില്ല. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ടേബിൾ സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അത് വീട്ടിലെ ലിവിങ് റൂമിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ചായ കുടിക്കാനും വർത്താനം പറയാനും ഇരിക്കുന്നത് അവിടെയാണ്. അപ്പം ആരും കാണാണ്ട് വേണ്ടി എനിക്ക് ഷൂട്ട് ചെയ്യാൻ. മാത്രമല്ല, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന തന്നെ രാത്രിയാണ്, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം. പിന്നെ ഞാൻ എന്തുകൊണ്ട് ആരോടും പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യൂട്യൂബ് ചാനൽ സക്സസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറയാനില്ലെങ്കിൽ ആരും അറിയാത്ത എന്നോടൊപ്പം സത്യം മണ്ണിൽ അരിയട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന റിക്വസ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നതുമായിരിക്കും. ചേച്ചി കുറച്ച് സാവകാശം തന്നാൽ മാത്രം മതി. നിങ്ങൾ തരൂലേ ഗൈസ്? ബൈ ദ വേ, നമ്മുടെ സിൻഫക്കുട്ടി പേര് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് സിൻഫ. ഹായ് സന. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.